നമസ്കാരം. 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 ശബരിമല വളരെ വിവാദമായി കത്തിപ്പടരുകയാണ്. അതെ, വളരെ പവിത്രമായി കരുതിയിരുന്ന പലരും, ഒരുപക്ഷെ മലയാളിക്കും നമ്മുടെ നാടിനും മലയാളികൾ എവിടെയുണ്ട് ലോകത്തിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. അതെ, വളരെ വലിയ വിവാദങ്ങളിൽ പെട്ടിരുന്നപ്പോഴും പവിത്രമാണെന്ന് കരുതിയ പലരും, അല്ലെങ്കിൽ പരിശുദ്ധമായിരുന്ന കരുതി ഇപ്പോഴും പലർക്കും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും അറിവ് കുറവുകളും ആളുകളുടെ ഇടയിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രികളുടെ ഒരു അറിവിലുള്ള ചില സംഭവങ്ങൾ? ശരിക്കും ശബരിമല എന്ന് പറയുന്നത് ഒരു സമാധി സ്ഥലമാണ്. ഈ സമാധി സ്ഥലം എന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സംഗതി അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. പൂർവകാലം മുതൽ ശരിക്കും മല അരയന്മാരായിരുന്നു ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നത്. അത് ശരിക്കും മണിവണ്ണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം അവർക്കുള്ള മൂർത്തി ബന്ധങ്ങളെ കുടിയിരുത്തുന്നിരുന്ന ഒരു സ്ഥാനവും ആയിരുന്നു. ശരിക്കും പൂർവകാലത്തെ ഒരു ചരിത്രം എടുത്താൽ കരിമല അരയൻ, രണ്ടാമത്തത് കാൽനാനി അരയൻ, കോർമന അരയൻ, ഇങ്ങനെ 3 പൂജാരികളെ പറ്റി നമ്മൾക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയും. അത് ആദിവാസ ഗോത്ര സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അന്നത്തെ കാലത്തെ പൂജാവിധികൾ ചെയ്തു പോന്നിരുന്നത്. പിന്നീട് ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ക്ഷേത്രം കത്തിക്കുകയും അതോടൊപ്പം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അന്ന് രാജാവായിരുന്ന ആൾ ഇത് കൊച്ചുമ്മൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറെ ഈ ക്ഷേത്രം പണിയാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇവിടെ ശരിക്കും ഈ പറയുന്ന ഈ തന്ത്ര വിധിപ്രകാരമുള്ള കാര്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങളല്ല അവിടെ ചെയ്തിരുന്നത്. അതിനു മുമ്പ് വരെ അതായത് ഈ കരിമല അരയനും കോൽമന അരയനും ഇങ്ങനെ വരുന്ന അരയന്മാരായിരുന്നു അവിടെ കർമ്മങ്ങൾ ചെയ്തിരുന്നത്. ശരിക്കും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ കാണുന്ന കണ്ഠരരന്മാരെ മൊത്തം നമ്മൾ ഈശ്വരനായി കാണാൻ തുടങ്ങി. ശബരിമലകളിലെ ഇതുപോലെ അയ്യപ്പന്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ ഈശ്വരന് തുല്യമായി കാണാൻ അയ്യപ്പനുമുണ്ട് ചരിത്രം. ഇപ്പം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് പന്തളം രാജാവിന് വളർത്തുമകനായി വന്ന ഒരു മനുഷ്യജന്മം അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വിശ്വാസമാണ്. മോഹിനിയിൽ മഹാദേവന് പിറന്ന സന്താനം. അതിലുപരി മറ്റു 2 കഥകളുമുണ്ട്. അരയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് രാജാവിലുണ്ടായ ഒരു കുഞ്ഞാണെന്നൊരു വൈപ്പുണ്ട്. അതായത് പന്തളം രാജാവ് നായാട്ടിന് പോയ സമയത്ത് അവിടെ വെച്ച് ഒരു അരയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായി അടുപ്പമാകുകയും അവിടെ വെച്ചൊരു കുഞ്ഞ് ജനിച്ചതായിട്ടും ഒരു വൈപ്പുണ്ട്. മറ്റൊരു വൈപ്പ് കാട്ടുകള്ളനായിരുന്ന ഒരു വിഖ്യാതനായിരുന്ന ഒരാൾ ഒതേനൻ പന്തളം രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടി അടിച്ചുകൊണ്ട്. ആ കഥ കേട്ടിട്ടുണ്ടോ? വെളിയിലങ്ങനെ അറിവില്ല. അങ്ങനെ അടിച്ചുകൊണ്ട് പോവുകയും തമ്പുരാട്ടിയെ ഒതേനനിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒതേനാൽ ആക്രമിക്കപ്പെട്ട് മരിച്ചുപോയ ഒരു പൂജാരിയുടെ മകൻ അവിടെ എത്തുകയും ഈ തമ്പുരാട്ടിയെ ഒതേനൽ നിന്ന് രക്ഷിച്ചതായ ഒരു ചരിത്രമുണ്ട്. അപ്പം ഈ ചരിത്രങ്ങളൊക്കെയും നമ്മൾ പഠിക്കുമ്പോൾ അന്ന് ജയന്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് തമ്പുരാട്ടിയെ രക്ഷിച്ചതും പിന്നീട് അവർ പ്രണയത്തിലായെന്നും ഒരു കുഞ്ഞ് ജനിച്ചെന്നും പന്തളം രാജാവിന് കൊച്ചുങ്ങളില്ലാത്തത് കൊണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതായിട്ട് ഒരു ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറെ കഥകൾ ഉള്ള ഒരു വലിയ സംഹിതയാണ് ഈ പറയുന്ന അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ ചിരിപ്പഞ്ചിറക്കാർക്കും വളരെ പ്രാധാന്യമുണ്ട്. ചിരിപ്പഞ്ചിറയാണ് ഈ അയ്യപ്പൻ ആയോധനകല പഠിച്ചത്. ഇപ്പം നമ്മളെല്ലാവരും പറയുന്നു കണ്ഠരര്, മോഹനര്, കണ്ഠരര്, രാജീവര്, ഇങ്ങനെ കണ്ഠരന്മാർ ഒരുപാട് പേരുണ്ട്. ഇവർ തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു ചരിത്രം നമ്മളെടുത്താൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ശരിക്കും പ്രതിഷ്ഠാപനമായ കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പല ബ്രാഹ്മണ കുലങ്ങളെയും രാജാവ് ക്ഷണിച്ചു. അപ്പം അധകൃതൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്നുള്ള ഒരു ആശയത്തിൽ മറ്റുള്ള ബ്രാഹ്മണ കുലങ്ങളെല്ലാം ഇതിൽ നിന്ന് മാറി നിന്നു. അപ്പോഴെന്ത് ചെയ്തു? ശരിക്കും താഴ്മണ്ണിലും ആ ക്ഷണക്കത്ത് എത്തി.
അപ്പോൾ അവിടുത്തെ അരാജകത്വവും പട്ടിണിയും മൂലം താഴമണ്ണിലെ കാരണവർ 123 വർഷം മുമ്പ് ഇത് ഏറ്റെടുത്തു. അപ്പോൾ എത്ര വർഷമായി? എന്നാൽ 2 ജനറേഷൻ അല്ലെ 3 ജനറേഷനെ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നത്തെ ശബരിമലയായിട്ട്. ശബരി പീഠമാണ് പിന്നെ ശബരിമലയായി മാറിയത്, അല്ലേ? ശബരി പീഠം എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം അവിടെ മണിമണ്ഡപത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതായത് ഇന്നും ഇപ്പം നമ്മുടെ തിരുവാഭരണം മകരവിളക്കുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം കൊണ്ടുണ്ട്. മൊത്തം 3 പെട്ടി സാധനമാണ് പോകുന്നത്, അല്ലേ? 3 ചുമടായി. അതിൽ ഒരു ചുമട് മാത്രമേ അയ്യപ്പൻ്റെ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നുള്ളൂ. ബാക്കി 2 ചുവടും എവിടെ ഇറക്കി വെക്കുന്ന? മണിമണ്ഡപത്തിലാണ്. അവിടെയാണ് ഈ പറയുന്ന കണ്ടൊരു രാജീവർ നേരത്തെ പറഞ്ഞത് മണിമണ്ഡപവുമായി ഇതിന് യാതൊരു ബന്ധമില്ലെന്ന്. മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ അത് ജീവസമാധിയാണ്. അതായത് അയ്യപ്പനോ ഞാനോ വേറൊരാളോ. ഇപ്പം നമ്മുടെ ഒരു ഗോപൻ സ്വാമി സമാധിയെ പറ്റി വളരെ നെടുമങ്ങാട് ഉണ്ടായല്ലോ. അത് ശരിക്കും ഒരു സമാധി എന്ന് പറയുമ്പോൾ അതാ ഒരാളുടെ ജീവചൈതന്യം പോകുന്ന സമയത്ത് ഇത്ര മണിക്കൂർ അയാൾ ആ കൃത്യമായ ഒരു ആസനത്തിലിരുന്ന് അയാളുടെ സ്വന്തം ജീവാംശത്തെ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമാധിയാണ് ഈ മണിമണ്ഡപം. ഇതിനെപ്പറ്റി എത്ര പേർക്കറിയാം? അപ്പോൾ 2006 മുതലുള്ള ചില കാര്യങ്ങൾ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 2006, 2008 കാലഘട്ടങ്ങളിൽ അവിടെ ദേവപ്രശ്നം നടന്ന സമയത്ത് കൃത്യമായി ആ ദേവപ്രശ്നത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഭഗവാന്റെ പല ആഭരണാദി വർഗങ്ങളും ഇവിടെ നിന്ന് കളവ് പോകുന്നുണ്ട്. നിസ്സാരമായൊരു സംഭവമല്ല. അതേ ആവർത്തനം പല ദേവപ്രശ്നങ്ങളിലും അവിടെ വന്നു. അപ്പോൾ അത് പല രൂപേണ മാറ്റി കൊടിമരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വരുത്തി തീർത്ത് അവസാനം എന്തുണ്ടായി? അവിടെ ഒരു കൊടിമര പ്രതിഷ്ഠയായി. കൊടിമരത്തിന്റെ ദോഷം കൊണ്ടാണോ? അല്ല, കൊടിമരം ഇല്ലാത്തതുകൊണ്ടാണോ? കൊടിമരത്തിന്റെ അകത്തെ വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതുകൊണ്ട് കൊടിമരം വേറെ പുനഃക്രമീകരിക്കണമെന്ന് പറഞ്ഞ് കൊടിമരം പുനഃക്രമീകരിച്ചു. അതോടൊപ്പം ഇവിടുത്തെ കോടാനുകോടി രൂപ വില വരുന്ന പല സാധനങ്ങളും കാണാതെ. ഇപ്പൊ തന്ത്രി തന്നെ പറയുന്നു, വാജി വാഹനം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാനും നിരവധി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഒരാളാണ്. പുനഃപ്രതിഷ്ഠയായാലും ബാലാലയമായാലും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എന്നിട്ട് നമ്മൾ ഈ പ്രതിഷ്ഠയ്ക്ക് പോകുന്ന സ്ഥലത്തു നിന്നെല്ലാം ഈ വിഗ്രഹങ്ങൾ മാറുന്ന മൊത്തം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കണ്ടേ? ഈ വാജി വാഹനത്തിന് മാത്രം എന്തൊരു പ്രാധാന്യമുള്ളത്? അപ്പോൾ അതിൻ്റെ വില മതിക്കാൻ ഒരിക്കലും ഒക്കത്തില്ല. വാജി വാഹനം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് രാജാവ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും തിരുവിതാംകൂർ കൊട്ടാരം രാജാവിന് ഡയറക്റ്റ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികത്വം നടത്താൻ പറ്റാത്തത് കൊണ്ട് റാന്നി ദേശക്കാരായ 2 കുടുംബക്കാരെ ദയിപ്പിച്ചു. അവർക്ക് റാന്നി കർത്താക്കന്മാരെന്ന് നാമകരണവും കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നാമകരണത്തിൽ റാന്നി കർത്താക്കന്മാരാണ് അന്ന് ശബരിമലയിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു പോന്നിരുന്നത്. ഇത് നടന്നുകൊണ്ടിരുന്ന സംഭവം. അപ്പം വർഷാവർഷം ഒരു ആനയെ കാനനത്തിൽ നിന്ന് പിടിച്ച് മെരുക്കി ചട്ടം പഠിപ്പിച്ച് തിരുവിതാംകൂർ കൊട്ടാരത്തിന് നടക്കിരുത്തണം. ഇതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. ഈ സന്നിധാനം നടത്തിപ്പ് അവകാശമായിരുന്നു ഈ റാന്നി കർത്താക്കന്മാർ. അപ്പോൾ ഈ റാന്നി കർത്താക്കന്മാരുടെ കാലത്താണ് ഇവിടെ കൊടിമരം വരുന്നതും ക്ഷേത്രം പുനരുദ്ധീകരിക്കുന്നതും. ഇതിൻ്റെ മുകളിൽ ഈ വാജി വാഹനം, ഭഗവാന്റെ വാഹനമായ കുതിരയെ ഇരുത്തുന്നു. പുലിയല്ല, ഭഗവാന്റെ വാഹനം. അങ്ങനെ ഇരുത്തി എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ഒരു സാധനം ഈ തന്ത്രി വളരെ ലാഘവത്തോട് പറയുന്നത്, അത് ഞാനിനി കൊണ്ടുവരുന്നു. ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ താഴമണിലേക്ക് ഇപ്പം ഈ തന്ത്രസ്ഥാനം എത്തുന്നത് വളരെ കുറച്ച് നാളേ ഉള്ളൂ. കുറച്ച് നാളേ 123 വർഷമായുള്ളൂ. അതായത് മലയരന്മാരെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ സമാധി സ്ഥലത്തും മണിമണ്ഡപത്തും പൂജാവിധികൾ നടന്നിരുന്നത്. അവര് ദേവചൈതന്യം വരുന്ന അവിടെ. ഇപ്പൊ ഈ 18-ാം പടി നമ്മൾ പറയുന്നില്ലേ, ഒരു ദേവപ്രശ്ന സദസ്സിൽ ആ 18-ാം പടിയെ പറ്റി വിമർശിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഓരോ കാണിക്കാരുടെയും പേരുണ്ട്. അവിടെ എത്ര ഗോത്രത്തിൽപ്പെട്ട കാണിക്കാര് പൂജ ചെയ്തിട്ടുണ്ടോ അവർക്കുള്ള എല്ലാം പേരുണ്ട്. 18-ാം പടിയിലുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അത് പൊളിച്ചു നോക്കട്ടെ. പറ്റുമോ? നടക്കുന്ന കാര്യം. ഇതിന് മലയാരന്മാർക്ക് വിട്ടുകൊടുക്കുമോ മറ്റൊരാൾ? ഇപ്പം നമ്മൾ തന്നെ പറയുന്നു, പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു. എന്താണത്? ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വേറൊരാൾക്കുള്ള ആരാധനയല്ലത്. അതായത് പൊന്നമ്പലമേട്ടിലാണ് ഈ കുഞ്ഞ് ജനിച്ച് കിടന്നത് കണ്ടത്. അതിന് ഈ പറയുന്ന മലയരത്തി പെൺകുട്ടിയുടെ കുട്ടിയായാലും ഈ പറയുന്ന തമ്പുരാട്ടിയുടെ കുട്ടിയായാലും
വിഷ്ണു മോഹിനി രൂപം കൊണ്ട് വന്നപ്പോഴുണ്ടായ കുട്ടിയായാലും ഈ ഒരു കുട്ടിയാണ് അവിടുന്ന് ലഭിച്ചത്. അപ്പം ഈ മലയരയന്മാരുടെ വർഷാവർഷമുള്ള ആരാധനയാണ് ഈ മകരജ്യോതി. വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഈ മകരജ്യോതി എന്ന് ഓരോ വ്യക്തികളും പറയുന്നത് ഇലക്ട്രിസിറ്റിക്കാർ കത്തിക്കുന്ന സാധനമൊന്നുമല്ല. അപ്പം ഈ 123 വർഷമായിട്ടേ ഉള്ളൂ ശരിക്കും ഇതൊരു താന്ത്രിക വിധിയിലായിട്ട്. അപ്പോൾ എത്രയോ കോടി രൂപയുടെ സാധനങ്ങൾ, നമുക്ക് വിലമതിക്കാനൊക്കാത്ത എന്തെല്ലാം സംഗതികൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പം നഷ്ടപ്പെട്ടു കാണും. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, യോഗദണ്ഡ് ഭഗവാന്റെ അവിടെ ഇല്ല, ഇന്ന കാരണങ്ങൾ എന്നെ അടുത്ത് പൊങ്കാലിട്ട് കുറേ ആൾക്കാർ. ഇപ്പം ആൾക്കാർ തിരുത്തി പറയുന്നുണ്ട് അന്ന് സ്വാമി പറഞ്ഞ ശരിയാണ്. അതുപോലെ ഈ വിഷയം ഉണ്ടായ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു. കൊച്ചുമ്മൻ കോൺട്രാക്ടറും ശബരിമലയും പിന്നെ കത്തനാരും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ഒരുപാട് പേര് ആ വീഡിയോ എടുത്ത് പലതരത്തിൽ പോസ്റ്റ് ചെയ്യുകയും വിമർശിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കൊച്ചുമ്മൻ എന്ന് പറയുന്ന ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളാണ് ശബരിമലയുടെ 2ാം പുനർക്രമീകരണം ചെയ്തത്. അത് പൂർത്തീകരിച്ചത് ഒരു പള്ളിയിലെ കത്തനാരാണ്. നിർമ്മാണം പൂർത്തീകരിച്ചു. ആ നിർമ്മാണം ഈ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോഴാണ് കൊച്ചുമ്മൻ മരിച്ചു പോകുന്നത്. ഡയബറ്റിക് വന്നിട്ട് പുള്ളി മരിക്കുന്നത്. അതിനുശേഷം പുള്ളിയുടെ ഭാര്യ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ഈ കത്തനാരെ ഏൽപ്പിച്ചിട്ടാണ് ഈ പണി പൂർത്തീകരിക്കുന്നത്. ഈ ചരിത്രം എത്ര പേർക്ക് അറിയാം? നമ്മൾ സ്വാമി അയ്യപ്പോ എന്നും പറഞ്ഞ് പോന്നു. കെട്ടുകണക്കിന് നോട്ടുകളല്ലേ അവിടെ വന്ന് ശാന്തിക്കാർക്ക് മറിയുന്നത്. മനോജ് പോയിട്ടുണ്ടോ ശരിയല്ലേ? പിന്നെ പോയിട്ടുണ്ട്. അവിടെ മറിയുന്ന നോട്ടിന് വല്ല കണക്കുണ്ടോ? ഇപ്പം അല്ലെങ്കിൽ 45,000 രൂപ മിനിമം ശമ്പളം മേടിക്കുന്ന ഒരു ജീവനക്കാരനാണ് ഈ പറയുന്ന തന്ത്രി, അല്ലേ? അദ്ദേഹം 365 ദിവസവും ശബരിമല പോയിരിക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തന്ത്രിമാർ പോയി അവിടെ ഇരുന്ന് പൂജകൾ ചെയ്യുന്നുണ്ടോ? പിന്നെ പിന്നെ പൂജാരി അവിടെ വെക്കണ്ടല്ലോ ദേവസ്വം ബോർഡ്. ശബരിമലയിൽ മാത്രമുള്ളൊരു സ്ഥിതിയാണത്. സ്ഥിതി ആ ധനത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ല, വേറെന്തിനാ? ഇപ്പോൾ ഓരോരുത്തർ ഘോരം പറയുന്നു, ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്താനെ, നേരത്തെ അറിഞ്ഞ്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു തരിക, ഇതിൻ്റെ മൂലാധാരം തന്ത്രിയിൽ തന്നെയാണ്. കാര്യം വെച്ചാൽ ഒരു ക്ഷേത്രത്തിൻ്റെ കസ്റ്റോഡിയൻ, അതിനകത്തിരിക്കുന്ന ഓരോ അംശകത്തിൻ്റെയും കൃത്യമായ ലിസ്റ്റുള്ള ആളാണ് തന്ത്രി. ഈ ഉണ്ണികൃഷ്ണനായാലും വേറെ ആളായാലും തന്ത്രി അറിയാതെ ഒരു കാരണവശാലും അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വേണ്ടേ? ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സ്വൈരവികാരമായിരുന്നു അവിടെ. അപ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരിലൊരു ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിരുന്നു. അത് ഇദ്ദേഹത്തിന് തന്ത്രമുള്ളതാണ്. ആർക്കാ? രാജീവിന് തന്ത്രമുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അപ്പോൾ ആ ലിങ്കിലാണല്ലോ ഇയാൾ ശബരിമലയിൽ എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എത്ര പേർക്ക് അറിയാം? മനോനും വല്ലതും അറിയാം? ഇപ്പം ഞാൻ പറഞ്ഞു 2-3 അവതാരങ്ങളെ പറ്റി പറഞ്ഞു. ഒന്ന്, കാട്ടുജാതിയിൽപ്പെട്ട പെൺകുട്ടിയിൽ രാജാവിനുണ്ടായ കുട്ടി. 2, ഒരു കാട്ടുകളൻ അടിച്ചുകൊണ്ട് പോയ രാജകുമാരിയിൽ ഉണ്ടായ ഒരു സംഭവം. 3, വിഷ്ണുവിൻ്റെ അംശകം. ഇതിലേത് നമ്മൾ വിശ്വസിക്കും? ഹിന്ദുക്കൾ. ഈ കഥ ഹിന്ദുക്കൾക്ക് എത്ര പേർക്ക് അറിയാം? മനോന് മണിമണ്ഡപത്തെ പറ്റി അറിയാമോ? എല്ലാവരും മണിമണ്ഡപം കാണുന്നു, പോകുന്നു, തൊഴുന്നു എന്നല്ല. മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ ആർക്കും പലർക്കും അറിയത്തില്ല, അറിയിക്കാനും ആരും മെനക്കെടാറില്ല. ഒരു സമാധി സ്ഥലമാണ് അത്. അയ്യപ്പൻ്റെയോ ബുദ്ധൻ്റെയോ ആർക്കുള്ളതെന്ന് നമുക്കിതൊരു തിരിച്ചറിയത്തില്ല. അറിയോ? അത് കൃത്യമായി അയ്യപ്പൻ്റെ തന്നെ. അതുകൊണ്ട് മാത്രമാണ് ഈ പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും കൊണ്ടുപോകുന്ന തിരുവാഭരണം 2 ഭാഗം മണിമണ്ഡപത്തിലും 1 ഭാഗം എവിടേക്കുവാ? അയ്യപ്പൻ്റെ സന്നിധിയിലേക്കും. ഇത് ആരെങ്കിലും ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ ഈ 2 ഭാഗം എന്തിനാ മണിമണ്ഡപത്തിൽ കൊണ്ടുവെക്കുന്നതെന്ന്? ഇപ്പം ഞാനും മനോജും ഈ കാണുന്ന പ്രേക്ഷകരും അറിഞ്ഞിരിക്കുന്നത് 12 വയസ്സ് വരെയുള്ള ചരിത്രമേ നമുക്കറിയാവൂ, അല്ലേ? അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ ജനിച്ചിരുന്നു. ചിരുപ്പഞ്ചിറ കളരിയിൽ പോയി അയാൾ അഭ്യാസം ചെയ്തു. അവിടുത്തെ ആൾക്കാരെയും കൂട്ടി അദ്ദേഹം ശബരി കടന്നു. ഇത്രയെല്ലാം നമുക്കറിയാവോ? ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? പണ്ട് നമ്മൾ ഈ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ 2 മണി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ മണി എവിടെ പോയി? ഇടക്കാലത്ത് ആൾക്കാരൊക്കെ പറഞ്ഞു, ചെറുപ്പകാലത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള. ആ,
ഇടക്കാലത്ത് ആൾക്കാരൊക്കെ പറഞ്ഞു അവിടെ ഇതിന് ഇറേഡിയം കണ്ടന്റ് ഉണ്ടെന്ന്. ഏതിനാ? ഈ മണിക്ക്. ഈ ഇറേഡിയം കണ്ടന്റിനെ പറ്റി പറയുന്നതിന് ശേഷം പിന്നെ ഈ സാധനം കണ്ടിട്ടേ ഇല്ല. ഇതാരെടുത്തോണ്ട് പോയി? തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ പോയെ. ഭഗവാന്റെ യോഗതുണ്ട്, തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ പോയെ. അതായത് ഞാനൊരു തന്ത്രിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മൗസിന്റെ ഒരു സൈഡിൽ അംശം ഇളക്കണേലും ഞാൻ ഇളക്കി കൊടുക്കണം ആദ്യം. അതാണ് എൻ്റെ വ്യവസ്ഥ. മനോജ്, ഈ ശ്രീകോവിലിനുള്ളിലുള്ള ക്ഷേത്രത്തിന് വെളിയിലായാലും ശ്രീകോവിലിനുള്ളിലായാലും പ്രതിഷ്ഠ കഴിഞ്ഞ് കൃത്യമായി പടിത്തര വ്യവസ്ഥ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും അതിനെ തൊടാൻ പറ്റത്തില്ല. തന്ത്രി അല്ലാതെ വേറൊരാൾക്ക് ശ്രീകോവിലിന്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല, അറിയോ? അല്ലെങ്കിൽ തന്ത്രി ഇത് ശകലം ഇളക്കിയിട്ട് അനുജ്ഞ കൊടുക്കണം. അനുജ്ഞ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കുന്ന സമ്പ്രദായമല്ല. ദേവപ്രശ്ന വിധി പ്രകാരം, അതായത് അഷ്ടമംഗല പ്രശ്നം വെച്ച് ഇതിന് അനുവാദമുണ്ടോ ഇല്ലയോ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുജ്ഞ വാങ്ങുന്ന ചടങ്ങ് ഇല്ലേ? അറിയത്തില്ലേ? അത് വിധിയല്ലേ? ഇത് ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടോ? അത് പണ്ട് 2006 2007 എനിക്ക് ഓർമ്മയില്ല. ഇതേ കുടുംബക്കാർക്ക് തന്നെ പിന്നെ തന്ത്രിയുള്ള വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെച്ച ആളാണ് ഞാൻ. കോട്ടയം മുണ്ടക്കൈ 28 മൈലിനകത്ത് ഒരു കാട്ടിനകത്തൊരു ക്ഷേത്രമുണ്ട്. ഭയങ്കര വരുമാനമുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെച്ചപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞ് ദേവിയുടെ തിരുവാഭരണം കാണാനില്ല. അതും ഇതേപോലെ മലയരന്മാരുടെ ക്ഷേത്ര. പാഞ്ചാലി പൂജിച്ചിരുന്ന ഭദ്രകാളി വിഗ്രഹത്തെ പാഞ്ചാലി കാനനവാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അരയന്മാർക്കുള്ളായി കൊടുത്തതാ, മലയരന്മാർക്കുള്ളായി അവർക്ക് പൂജിക്കാൻ. വലിയ ക്ഷേത്രമാണ്. ദേവപ്രശ്നം വെച്ച ഞാനാ. എൻ്റെ ചേർത്തലാണ് അവിടെ ക്ഷേത്രമൊക്കെ പണിഞ്ഞത്. അപ്പോൾ അന്ന് ഇതുപോലെ രണ്ടാമത് പുനർക്രമീകരിച്ച ക്ഷേത്രം. അപ്പം ഈ പ്രതിഷ്ഠയുടെ കാര്യം വന്നു. അപ്പോൾ അവിടെ പല കാര്യങ്ങളും ഓരോരോ രാശിസ്ഥിതി വെച്ച് പറയേണ്ടി വന്നു. പറഞ്ഞു വന്നപ്പം ഭഗവതിയുടെ തിരുവാഭരണം ഇല്ല, നഷ്ടപ്പെട്ടു. അവസാനം പറഞ്ഞു വന്നപ്പോൾ തന്ത്രി സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നു. അന്ന് ഇവിടെ പൂട്ടും കെട്ടുമൊന്നും വലിയ സംഭവമൊന്നുമില്ല അവിടെ വെള്ളിയങ്കാവിൽ. അപ്പം അതിൻ്റെ തൊട്ട് താഴെപ്പുറത്തൊരു സമാധി സ്ഥലമുണ്ട് ഇതുപോലെ വെള്ളിയങ്കാവിൽ തന്നെ. ആ കുടുംബക്കാരാണ് പറയുന്നത്, അവർക്ക് മാത്രമേ അറിയാവുന്നത് ആർക്കുള്ള കയ്യിലാണ്. അപ്പോൾ അവർക്ക് അവിടെ കരയമവകാശമുള്ളവരാ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ അന്ന് തന്ത്രിയായിട്ടിരുന്ന ഇന്നാളാണ്. അതായത് ഈ തന്ത്രിയുടെ കച്ചം അന്നേരം പാരമ്പര്യമല്ലേ. ശോഭാ ജോർജിന്റെ അടുത്ത് പോയി ഒരാൾ പെണ്ണ് കേസിൽപ്പെട്ടു. ആരാ? ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ. അടുത്ത ആള് വലിയൊരു കള്ളൻ. അപ്പൊ ഇത് വിശ്വസിച്ച് എങ്ങനെ ഭക്തജനങ്ങൾ അമ്പലത്തിൽ പോകും? അല്ലെങ്കിൽ അവർ മറുപടി പറയട്ടെ, ഞങ്ങൾ എടുത്തിട്ടില്ല, തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എങ്ങനെ അവിടെ വന്നു, ഇതിനൊക്കെ അവരല്ലേ മറുപടി പറയണ്ടേ? അതിനിപ്പോൾ രാഷ്ട്രീയക്കാരെയോ മറ്റുള്ള സാമുദായിക നേതാക്കന്മാരെയോ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 18 മലകളുടെ അധിപന്മാരായിരുന്നു മലയരയന്മാർ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? 18 മലയുടെ അധിപന്മാരാ മലയരയന്മാർ. ഞാൻ ജാതി വ്യവസ്ഥിതി മറ്റൊരു കാര്യം പറയല്ല. അപ്പം അവർ ആരാധിച്ചുകൊണ്ടിരുന്ന സങ്കേതങ്ങളൊക്കെയും പലതരത്തിലുള്ള കടന്നുകയറ്റത്തിൽ മറ്റൊരു വിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മലദേവ സങ്കല്പത്തിലുള്ളൊരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിന് എന്നെ ക്ഷണിക്കാനിവിടെ വന്നത് NSSകാരാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ക്ഷേത്രം ആർക്കുള്ളയാ? താഴ്ന്ന സമുദായക്കാരെ അല്ലേ? പിന്നെ നിങ്ങളെങ്ങനെയാണ് ക്ഷണിക്കാൻ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ NSSൻ്റെ വകയപ്പോൾ ക്ഷേത്രം. അപ്പം ഞാൻ പറഞ്ഞു അത് എന്തൊരവകാശത്തിലാണ്? നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ? നിങ്ങളുടെ ദേശദേവനാണോ? അത് നിങ്ങൾക്ക് ആ കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ മറിച്ച് ഇതേതൊരു സങ്കല്പം എടുത്താലും മലയരയന്മാരും പന്തളം കൊട്ടാരമായിട്ട് ബന്ധമുണ്ട്. എങ്ങനെയാ? 3 കഥ അവിടെ വന്നു. ഒന്ന്, പന്തളം കൊട്ടാരത്തിൽ നിന്ന് മോഹിനിയുടെ പുത്രനായി പലായനം ചെയ്ത അയ്യപ്പൻ. 2, ഈ പറയുന്ന ഒരു കള്ളനടിച്ചുകൊണ്ട് പോയ രാജ്ഞിയുടെ പുത്രനായി ജനിച്ച അയ്യപ്പൻ അല്ലേ? 3, പന്തളം രാജാവിന് കാട്ടുജാതിയിൽപ്പെട്ട പുത്രനായി ജനിച്ച അയ്യപ്പൻ. ആ 3 ബന്ധത്തിലും ആർക്ക് ബന്ധമുണ്ട്? പന്തളം കൊട്ടാരത്തിന് ബന്ധമുണ്ട് അല്ലേ? ഈ കഥ എത്ര പേർക്കറിയാം? കഥയല്ല, ചരിത്രമായത്. ഒരു പക്ഷേങ്കിൽ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് ഇതറിയാം അല്ലേ? അപ്പം ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ ചിന്തിച്ചാൽ താന്ത്രിക സ്ഥാനം മാറ്റുക.
ഇപ്പം നമ്മൾ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, CK ഗുപ്തന് ഈ രാജീവിൻ്റെ ചേട്ടന് തന്ത്രിസ്ഥാനം പോയ സമയത്ത് 1 കോടി രൂപയായിട്ട് ഈ മഠത്തിൽ നിന്നും ആൾക്കാർ CK ഗുപ്തനെ കാണാൻ